മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പണസമ്പാദനത്തിനായി മാത്രം ജീവിച്ച് അവസാനം നിരാശയിൽ ആയുസ് അവസാനിപ്പിക്കുന്ന അനേകരുണ്ട്. ധനത്തെ മാനദണ്ഡമാക്കി അവർ സകലത്തെയും അളക്കുന്നു. ദൈവാനുഗ്രഹത്തിന്റെ പ്രധാന അളവുകോലായും അതിനെ അവർ പരിഗണിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും അവഗണിക്കുന്നതും ഈ അളവുകോൽ വെച്ചായിരിക്കും. അതിവേഗം കൈമറിഞ്ഞു പോകുന്ന പണത്തിന്മേൽ ജീവിതത്തെ ഉറപ്പിക്കുന്നത് ബുദ്ധിശൂന്യമാണ്. പണത്തിനായി ജീവിക്കുന്നവർ ജീവിതത്തെ അധപ്പതിപ്പിക്കും. സ്നേഹിതനെ അവഗണിക്കാനും അപമാനിക്കാനും ഒറ്റുകൊടുക്കുവാനും മടിക്കുകയില്ല. പണം നല്ല ദാസനാണ്, യജമാനനായാൽ ഭീകരനായിരിക്കും. ആഫ്രിക്കയിലെ ഒരു വിഭാഗം കാട്ടുജാതിക്കാരുടെ ഇടയിൽ വിചിത്രമായൊരു പതിവ് നിലവിലുണ്ടായിരുന്നു. 7 വർഷത്തേക്ക് അവർ അവരെ രാജാവിനെ തെരഞ്ഞെടുക്കും. രാജാവിനുള്ള അധികാരങ്ങൾ വലുതാണ്. ശിക്ഷിക്കുവാനും കൊല്ലുവാനും അവകാശമുണ്ട്. എന്നാൽ 7-ാമത്തെ വർഷം അവർ രാജാവിനെ വധിക്കും. പകരം പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കും. ഈ വസ്തുത അറിയാമെങ്കിലും രാജാവാകുവാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ പണത്തിനു വേണ്ടി ജീവിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. പണക്കാർ ഭാഗ്യവാന്മാരാണെന്നും ദൈവരെ അനുഗ്രഹിച്ചെന്നും പറയരുത്. അന്യായമായി സമ്പാദിക്കുന്ന ധനം പിൽക്കാലത്തൊരു വലിയ ഭാരമായി തീരും. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് പ്രതിഫലമായി ലഭിച്ച 30 വെള്ളിക്കാശ് എങ്ങനെയെങ്കിലും തന്റെ കൈവശത്ത് നിന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് യൂദാസ് ആഗ്രഹിച്ചില്ലേ? പുരോഹിതന്മാർക്ക് അത് വേണ്ടായിരുന്നു. അവസാനം യൂദാസ് അത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. സത്യമായ മാർഗത്തിൽ ധനം സമ്പാദിക്കുകയും നീതിയായ മാർഗത്തിൽ ചെലവിടുകയും ചെയ്താൽ പണം ഒരനുഗ്രഹമായിരിക്കും. പണത്തിന്മേൽ ജീവിതം ഉറപ്പിക്കുന്നതും പായ്മരത്തിന്മേൽ ഉറങ്ങുന്നതും സമമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.